ഖാല നബിതങ്ങൾ പറഞ്ഞു ലഖദ് സഅൽത അൻ അംരിൻ അളീമിൻ ഏത് ഹാലിൽ വഇന്നഹു ജവാബ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ലയസീറുൻ എളുപ്പമാണ് അലാമൻ ഒരുവന്റെ മേൽ യസ്റഹുല്ലാഹു അല്ലാഹു അവനെ എളുപ്പാക്കി കൊടുത്തു യസ്റഹുല്ലാഹു തആല ഐ ജഅലഹു സഹലൻ എളുപ്പമാക്കിയെങ്കിൽ പിന്നെ അവർക്ക് പ്രയാസങ്ങളില്ല. അപ്പൊ എന്തൊക്കെ ഇനി ചോദിക്കുന്നേ ഉള്ളു ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖിന് പറഞ്ഞു കൊടുക്കണ സംഗതിയൊക്കെ. എന്നിട്ട് ഇനി ഷെയ്ഖ് പറയട്ടെ. തഅബുദുല്ലാഹ തആല ഇല്ലേ, അല്ലാഹു തആലയ്ക്ക് നീ ആരാധിക്കണം. നീ എന്ന് പറഞ്ഞാല് മഹാനായ മുആദ് ബിൻ ജബൽ തങ്ങളോട് പറയുന്നെങ്കിലും മനസ്സിലായില്ല. ഇബറത്തെ ഉമൂമുൽ ലഫ്ദ് കൊണ്ടാണ്, ലാ ബി ഖുസൂസി സബബ് എന്നല്ല. അൽ ഇബറത്തു ബി ഉമൂമിൽ ലഫ്ദി ലാ ബി ഖുസൂസി സബബി എന്നതാണ് നിയമമുള്ളത്. പദം ആർക്കൊക്കെ പറയാൻ പറ്റുമോ അവർക്കെല്ലാം അതിന് ഹംല് ചെയ്യാനാണ്. ഇതിനെന്തല്ല മുആദുകൾ മാത്രമല്ല, എല്ലാവർക്കും ആയിക്കോട്ടെ. അലാമൻ യസ്റഹുല്ലാഹു തആല അലൈഹി ഇല്ല തഅബുദുല്ലാഹ അല്ലാഹുവിനെ നീ ആരാധിക്കണം. വലാ തുശ്രിക് ബിഹി ഷൈഅൻ ഒരു സംഗതിയെയും നീ എന്ത് ചെയ്യരുത്, ഇശ്റാക്ക് ചെയ്യരുത്. തഅബുദുല്ലാഹ എന്നുള്ളത് അംറിന്റെ മഅന കൊടുക്കണം അല്ല. ഹുവ അൻ തഅബുദല്ലാഹ തഅബുദുല്ലാഹ എന്നത് കളയപ്പെട്ട മുത്തുള്ള ഖബറാണ്. ആ അമലാകുന്നത് സ്വർഗത്തിൽ തന്നെ കടത്തുന്ന അമലാകുന്നത് ഇബാദത്തുക അല്ലാഹ നീ ഇബാദത്ത് ചെയ്യലാണ് അല്ലാഹുവിന് എന്ന് മസ്തർ കൊണ്ട് വ്യാഖ്യാനിക്കാൻ ഒരു അന്ന് സങ്കല്പിച്ചു കൊടുക്കണം. അപ്പൊ അന്തഅബുദല്ലാഹ് എന്ന് കിട്ടും ബിഹദ്ഫിയൻ അല്ല, അന്നിനെ കളഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഔ തൻസീലിൽ ഫീലി മൻസിലത്തൽ മസ്ദരി അങ്ങനെ പറയാം. മസ്ദറിന്റെ മഅനയിൽ ഫീലിനെ ഇറക്കുന്ന പരിപാടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ പിന്നെ അതിന് നല്ലോണം പറയണമല്ലോ നമ്മൾ, അല്ലെ പിന്നെ അതിന് തുമ്പില്ലാതെ നമ്മൾ പിന്നെ വലിയ ആൾക്കാരായിട്ട് കാര്യമില്ല. തഅബുദുല്ലാഹ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊന്നും പറയാതെ ഇസ്തിനാഫ് ആ അലീമായ സംഗതിയുടെ വിശദീകരണത്തിന്റെ തുടക്കം എന്ന് വെച്ചുകൊണ്ട് തഅബുദല്ലാഹ ഇസ്തിനാഫായി കൊണ്ട് വായിച്ചവന്റെ കുഴപ്പമൊന്നുമില്ല. തഅബുദുല്ലാഹ മനസ്സിലായോ? അങ്ങനെ നല്ലത്. അല്ലാതെ ഇവിടെ അന്തഅബുദല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്തിനാ, വേറെ പണിയില്ലായിരിക്കും. ഇവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ആൾക്കാർ മുല്ലാലിൽ ഖാരി റഹ്മത്തുള്ളാഹ്, മുല്ലാലിൽ ഖാരി വലിയ ആളാണ്. ഈ പിള്ളേരെ വിഷമിപ്പിക്കാതെ പെട്ടെന്ന് പോകാൻ പറയും. അതാണ് അതിന്റെ അർത്ഥം അല്ല. തഅബുദു ഇസ്തിനാഫ് വേണ്ട. وإنه ليسير جوابه على الأول وفعل على الثاني. وقال يرجع الثاني قوله تعبد الله وإنه ليسير فعله എന്നർത്ഥം. ആ കാര്യം വളരെ എളുപ്പമാണ്. എന്താ കാര്യം? ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തഅബുദുല്ലാഹ എന്ന്. ഇന്നക സഅൽത ഇന്നക ലഖദ് സഅൽത അൻ അംരിൻ അളീമിൻ എന്നല്ലേ ചോദിച്ചേ. വഇന്നഹു ലയസീറുൻ
എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ലഖദ് സഅൽത അൻ അംരിൻ അളീമിൻ ഫി ശറഹി ശൈഖി അൻ യതഅസ്സറു ജവാബുഹു എന്നൊരർത്ഥം, ഔ അളീമിൻ ഫീലുഹു എന്നൊരർത്ഥം. രണ്ടു മാന. യതഅസ്സറു ജവാബുഹു എന്ന് പറയുമ്പം ഫഇന്നഹു ലയസീറുൻ ജവാബുഹു എന്ന് നോക്കണം. അല്ലെങ്കിൽ ഔ അളീമി ഫീലി വെച്ചാൽ ഫഇന്നഹു ലയസീറുൻ ഫീലുഹു നോക്കണം. രണ്ട് രീതിയിലും വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതനുസരിച്ചുകൊണ്ട് യസീറും ഫീലുഹു എന്നനുസരിച്ച് കൊണ്ട് വെക്കുമ്പോൾ തഅബുദുല്ലാഹ എന്നുള്ളത് ഇസ്തിനാഫിയായിട്ട് വരും. മനസ്സിലായില്ല? ഇത് ഞാൻ പറഞ്ഞത് സഅൽതാൻ അംരിൻ അദീമിൻ എന്ന് പറഞ്ഞിടത്ത് രണ്ട് രീതിയിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. അൻ അംരിൻ അദീമിൻ എന്ന് പറഞ്ഞാൽ യതഅസ്സറു ജവാബുഹു എന്നാണ്, ജവാബ് പ്രയാസകരമായതാണ് നീ ചോദിച്ചത് എന്നൊരു മാന. അല്ലെങ്കിൽ സഅൽതാൻ അംരിൻ അദീമിൻ അൻ അദീമിൻ, നീ ചോദിച്ച സ്വർഗത്തിൽ കിടക്കുന്ന കാര്യമല്ലേ, നരകത്തിൽ നിന്ന് വിദൂരാക്കുന്ന കാര്യമല്ലേ, അദീമിൻ ഫീലുഹു, അതിന്റെ പ്രവർത്തനം വലിയതാണ് എന്ന് പറയാം. മനസ്സിലായില്ല? അങ്ങനെ രണ്ട് രീതിയിൽ അവിടെ സഅൽതാൻ അദീമിൻ എന്നതിന് വ്യാഖ്യാനിക്കുന്ന അനുസരിച്ചുകൊണ്ടാണ് വഇന്നഹു ലയസീറുൻ എന്ന് പറഞ്ഞതും അയസീറുൻ എന്നതിന്റെ ഫായിലാകുന്നതും തഅബുദല്ലാഹ എന്നുള്ളത് ഇസ്തിനാഫാകുന്നത് രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച്. യസീറുൻ ഫീലുഹു എന്ന വ്യാഖ്യാനം അനുസരിച്ചുകൊണ്ട് തഅബുദല്ലാഹ എന്നുള്ളത് ഇസ്തിനാഫിയ ജുംലയായിട്ട് വരും. അങ്ങനെ വ്യാഖ്യാനിച്ചു പോകണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പിന്നെ പോട്ടെ വലാ തുശ്രിക് ബിഹി ശൈആ, അല്ല ഒരു ഷൈഇനെയും നീ ആരാധിക്കരുത്, നീ എന്തിൽ പങ്കാക്കരുത്. അപ്പൊ പിന്നെ ഖബരിയായതിന്റെ മേലെ ഇൻഷാഇനത്ത് വിജയിൽ വരും. ഒന്നിൽ ഖിലാഫില്ലാണെന്ന് വെക്കണം, അല്ലെങ്കിൽ ഖബരീനെ ഇൻഷാന്റെ മാന കൊടുക്കണം. തഅബുദുല്ലാഹ എന്നുള്ളത് ഖബരിയാണെങ്കിലും ബിമഅനൽ ഇൻഷാഇ ഉഅ്ബുദ് എന്നതാണ് അതിന്റെ മാന. അപ്പൊ ഇൻഷാന്റെ മേലെ വിജയിൽ വരും. മനസ്സിലായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞങ്ങ് വേഗം പോവും. മനസ്സിലായില്ല? അല്ലാ തഅബുദ ഇല്ലാ ഇയ്യാഹ വലാ തുശ്രിക് ബിഹി എന്ന് പറഞ്ഞാൽ വേഗം എളുപ്പമായനെ. പക്ഷെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പിന്നീട് വരുന്ന റസൂലുള്ളാഹിക്ക് അറിയാം. ഈ അത്തുബ ചെയ്യുന്ന ആൾക്കാരും അത്തുബനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരൊക്കെ പിന്നീട് വരുമെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അപ്പൊ പിന്നെ ആ വാവനെ പറ്റി കുറച്ച് ചർച്ച ചെയ്യും, ലാ തുശ്രിക്കിനെ പറ്റി ചർച്ച ചെയ്യും, തഅബുദിനെ പറ്റി ചർച്ച ചെയ്യും. അപ്പൊ അയറ്റിങ്ങൾക്ക് അതിന്റെ കൂലിയും കിട്ടി. എന്റെ വാക്കിന്റെ പൊരുളുകൾ ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുത്തതിന്റെ കൂലി ആ ഇമാമിയങ്ങൾക്ക് കിട്ടാൻ വേണ്ടി റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ലാ തുശ്രിക് ബിഹി ശൈഅൻ, ഒന്നിനെയും പങ്കാക്കരുത്. ലാ തുശ്രിക് എന്നുള്ളത് നഹിയാണ്. അപ്പൊ ശിർക്ക് ഒരു വിധേനയില്ല. ലാ തുശ്രിക് എന്നുള്ളത് നഹിയാണ്. ശിർക്ക് എന്നതാണ് അതിന്റെ പേര്. ആ പേര് വെക്കുമ്പം നഹിയുടെ ലായ്ക്ക് ശേഷം ശിർക്ക് എന്ന് പറഞ്ഞ പദം സംഭവിച്ചതാണ്. അപ്പൊ ലാ തുശ്രിക് ഒരു വിധേനയുള്ള ശിർക്കും പാടില്ല. അത് മറ്റു പിന്നെ ഏത് ശിർക്കായാലും വേണ്ടിയില്ല. റിയാ സുമ്മത്ത് പോലെയുള്ള ആ ശിർക്കും അതിനകത്ത് പെടുത്താം. ശിർക്കുൻ ഖഫിയും പെടുത്താം, ശിർക്കുൻ ജലിയും പെടുത്താം. പെടുത്തുന്നതിനുള്ള ന്യായം തുശ്രിക് എന്നതിനുള്ള ഫീല് ശിർക്കാണ്. അശിർക്ക് എന്ന പേര് ലാ എന്ന നഹിയുടെ ലായ്ക്ക് ശേഷം സംഭവിച്ചതാണ്. നഹിയുടെ ലായ്ക്ക് ശേഷം സംഭവിക്കുന്ന നെക്കറ, ആ നെക്കറ ഉമൂമിനെ ഫായിദ വർത്തിക്കും. അപ്പൊ ഒരു വിധേനയുള്ള ശിർക്കും പാടില്ല. അപ്പൊ സൂഫിയാക്കൾക്ക് പറയുന്നതിനും ന്യായായി, ബാക്കിയുള്ളവർക്ക് പറയുന്നതിനും ന്യായായി, ലാഹിറനുസരിച്ചു കൊണ്ടുള്ള ശിർക്ക് പറയുന്നവർക്കും ആ വാക്കിന് എടുക്കാൻ കിട്ടി. ബാത്തിനിയായ ശിർക്ക് പറയുന്നവർക്കും ആ വാക്കിൽ നിന്ന് എടുക്കാൻ കിട്ടി. അതാ പിന്നാലെ നബിയുടെ വാക്കിന്റെ പവർ. മനസ്സിലായി? അപ്പൊ റിയാ സർവ്വതും അതിനകത്ത് പെട്ടു. ലാ തുശ്രിക് ബിഹി ശൈഅൻ ലിയഉമ്മ ഇംതിസാലൽ മഅ്മൂലി വജിത്നാബ. അതായത് തഅബുദല്ലാഹ ശൈഅൻ, തഅബുദല്ലാഹ എന്ന് പറയുമ്പോൾ വലാ തുശ്രിക് ബിഹി ശൈഅൻ എന്ന് കിട്ടും. ലാ തുശ്രിക് ബിഹി ശൈഅൻ കൊണ്ട് എന്ത് ചെയ്യും? തഅബുദല്ലാഹയും കിട്ടും. പക്ഷേ തഖ്വ എന്നുള്ളത് ഇംതിസാലുൽ അവാമിരി വജിത്നാബുൻ നവാഹിഹി. അപ്പൊ ഇജ്തിനാബുൽ നവാഹിയും പറയണം, ഇംതിസാലുൽ അവാമിറും പറയണം. ഇന്നലെ പറഞ്ഞതൊക്കെ ഇംതിസാലുൽ അവാമിർ, ഇംതിസാലി എന്നുള്ള മസ്ദറാണ്. അല്ലവാമിനുള്ള ഇലാഫത്താണ്. സർവ്വവിധമായ മഅ്മൂറാത്തുകളും ചെയ്യണം, സർവ്വവിധമായ മൻഹിയാത്തുകളും നിരോധിക്കണം
എന്ന് പറയുമ്പോൾ ആ രണ്ട് ശിഖിനെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തഅബ്ദുല്ലാഹ എന്ന് പറഞ്ഞത്. അതിനുശേഷം വലാ തുശ്രിക് ബിഹി ശൈഅൻ എന്ന് പറഞ്ഞതും. അണ്ടർസ്റ്റാൻഡ്? പിന്നെ വലാ തുശ്രിക് ബിഹി ശൈഅൻ വൽ മുറാദു ബിഹി തഅബ്ദുല്ലാഹ എന്നതുകൊണ്ടുള്ള മുറാദ് അത്തൗഹീദ്. അത് തൗഹീദാണ്. കാരണം എന്താ അത് തൗഹീദാണെന്ന് പറയാൻ കാരണം എന്താ? ലിഖൗലിഹി, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു. പിന്നീട് വലാ തുശ്രിക് ബിഹി ശൈഅൻ എന്നുള്ളത് പിന്നീട് പറയുന്നു. വതഅബ്ദുല്ലാഹ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം തൗഹീദാണെന്ന് വെക്കണം. വലാ തുശ്രിക് ബിഹി എന്നുകൊണ്ട് ഉദ്ദേശം കുഫറാണെന്ന് വെക്കണം. പിന്നെയും പറയുന്നല്ലോ നിസ്കാരവും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെയും പറയുന്നല്ലോ. അപ്പൊ അതൊക്കെ പറയുമ്പം പിന്നീട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ നല്ലത് ഏത് തന്നെയാണ്? തഅബ്ദുല്ലാഹ എന്നതിന് തൗഹീദ് എന്ന് കൊടുക്കുക, വലാ തുശ്രിക് ബിഹി എന്നതിന് ശിർക്കും കൊടുക്കുക. പിന്നെ വതുഖീമസ് സ്വലാത്ത ഇബാദത്തി എന്ന മഅന കൊടുക്കുമ്പോൾ പിന്നെ വതുഖീമസ് സ്വലാത്ത എന്നുള്ളത് അത്ഫുൽ ഖാസി അലൽ അമ്മാണ്ടി വരും. മനസ്സിലായില്ല? ഇബാദത്തിനകത്തെല്ലാം എടുത്തു, അതിനകത്ത് സ്വലാത്തിനെ പ്രത്യേകം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുക. പിന്നെ വലാ തുശ്രിക് ബിഹി ശൈഅ വതുഖീമസ് സ്വലാത്ത ഇല്ല. അസ്വലാത്ത എന്നുള്ള അനുബലാമ് കമാലിയത്തിന്റെ അനുബലാമാകട്ടെ. അപ്പം എന്താ ഫർനിസ്കാരം നടത്താൻ പറ്റും? എന്താ ഫർനിസ്കാരം നടത്തും. തുഖീമ എന്നുള്ള അഖാമ യഖീമാണ്. അഖാമ യഖീമ പറയുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ഫറായിദ്, മസ്നൂനാത്ത്, മന്ദൂബാത്ത്, മക്റൂഹാത്ത്, മഹറൂം മുഹറമാത്തുകൾ ഒഴിവാക്കുകയും മന്ദൂബാത്ത് മഫ്റൂദാത്തുകൾ ചെയ്യുന്നതിനാണ് ഇഖാമത്ത് പറയാം. വതുഖീമ അസ്സല എന്നുള്ളത് ഇസ്തിറാഖ് അനുബലമാക്കിയാൽ സുന്നത്തും ഫർദും എല്ലാം അതിനകത്ത് വരും. ഇനി അസ്സല എന്നുള്ള കമാലിയത്തിന്റെ അനുബലം എടുത്ത ഫർദുകൾ മാത്രം പറയും. വതുഅത്തി സക്കാത്ത് വതസൂമ റമളാൻ വതഹജ്ജൽ ബൈത എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ. പിന്നെ സുമ്മഖാല എന്നിട്ട് പറഞ്ഞു. എന്താണ് ഷെയ്ഖിന്റെ അടുത്ത് വന്നതല്ലേ മുരീദ്. അപ്പൊ ഇനി മുരീദിനെ വെറുതെ ഇവിടെ തീരുമാനിച്ചില്ല ഷെയ്ഖ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇനി വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ഷെയ്ഖും മുരീദാവുമ്പോൾ മുരീദിനെ കൊണ്ട് നല്ലോണം അധ്വാനിപ്പിക്കണം. അങ്ങനത്തെ ഒരു ഷെയ്ഖ് എന്ന് പറയുന്നത്. സുമ്മഖാല എന്നിട്ട് പറഞ്ഞു കൊടുത്തു. 5-6 നിക്കരിച്ചാൽ മതിയടാ, നീ സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞു വിടല്ല. പിന്നെ സുമ്മഖാല വീണ്ടും പറഞ്ഞു കൊടുത്തു. തങ്ങൾ ചോദിക്കുന്നു, അലാ അതുല്ലുക്ക, അനക്ക് ഞാൻ അറിയിച്ചു തരണ്ടേടാ, അലാ അബ്വാബിൽ ഖൈർ, എല്ലാ ഖൈറിന്റെ ബാബുകളിലും മേലും ഞാൻ അറിയിച്ചു തരണ്ടേ. ഖൈറിലേക്ക് വിശാലാകുന്ന അബുവാബുകൾ, ഖൈറിലേക്ക് വിശാലാകുന്ന ബാബുകളെ സംബന്ധിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു തരട്ടെ എന്ന്. അല്ല പിന്നെ ഒന്ന് അപ്പൊ അബുവാബുൽ ഖൈറാണ്. അബുവാബുൽ ഖൈർ, ഖൈറിന്റെ വാതിലുകൾ. ഖൈറിന്റെ മേലറിയിച്ചെന്നല്ല, ഖൈറിന്റെ വാതിലുകളാണ്. വാതിലിൽ ചെന്നിട്ട് വേണം നീ ഖൈറിൽ കടക്കാൻ. ഇല്ലേ? അല്ലേ? അതല്ലേ? അപ്പൊ വാതിലിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും നീ പറയാൻ പോകുന്ന വിഷയങ്ങളൊക്കെ. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ ഐ തുറുഖിൽ മൂസിലത്തി ബിഹി എന്നതിന്റെ അർത്ഥം. അപ്പൊ ഖൈറായ സംഗതിയെ ഒരു ദാറിനോട് എന്ത് ചെയ്ത് തശ്ബീഹാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീപത്തിൽ നിവാനൊക്കെ വലിയ ആളായതുകൊണ്ട് ശബ്ബഹൽ ഖൈറ ബിദാരിൻ ഫീഹാ അല്ല കുല്ലു മാ യതമന്നാഹു നഫ്സു വല്ലാമു ഫീൽ ജിൻസി ഐ ജഅലൽ ഉമൂറൽ ആത്തിയ, വരാൻ പോകുന്ന കാര്യങ്ങളെ തങ്ങളാക്കി കൊടുത്തു. അബ്വാബൽ ഖൈർ. എന്താ സംഭവം? എന്താ സംഭവം? ചില നോമ്പ് പിടിപ്പിക്കും മനുഷ്യന്മാർ. 1 കൊല്ലം നോമ്പ് പിടിക്കാനൊക്കെ പറയും, 3 കൊല്ലം നോമ്പ് പിടിക്കാനൊക്കെ പറയും. അസ്സൗമു ജുന്ന. ഒന്നാമത് തന്നെ പറഞ്ഞു കൊടുത്തതാ. നേരത്തെ ഒരു തസൂമ പറഞ്ഞേട്ടാ, നേരത്തെ ഒരു തസൂമ, അത് റമദാന്റെയാ. ഇങ്ങനെയൊക്കെ സുന്നത്തോമ്പ് പിടിപ്പിക്കാന്ന് ചോദിക്കും ഷെയ്ഖന്മാരെ പറ്റിയിട്ട്. അത് വേണ്ടി വരും, അത് വേണ്ടി വരും. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നോമ്പ് പിടിക്കേണ്ടി വരും. ആ നോമ്പ് പിടിക്കുന്നതിന് ചിലപ്പോൾ അവർ ചില നിയമങ്ങൾ വെക്കും. മഹക്കൂല, പിന്നെ മാംസം കഴിക്കാൻ പാടില്ല എന്ന് വെക്കും.
മാംസാദികൾ കഴിക്കാൻ പാടില്ല, മാംസമുള്ള ജീവനുള്ളത് കഴിക്കാൻ പാടില്ല, ജീവനുള്ളതിൽ നിന്ന് വന്നതും കഴിക്കാൻ പാടില്ല. അവൻ വെറും നമ്പൂരായിട്ടിരിക്കേണ്ടി വരും ചിലപ്പോൾ. അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ പോട്ടെ, എന്തോ 5 നേരം നിസ്കരിച്ച് 5 നേരം നിസ്കരിച്ച് റമളാൻ വരെ നോമ്പ് പിടിച്ച് ഏതാ അതൊക്കെ മതി, ആയിക്കോട്ടെ. പിന്നെ തങ്ങളിങ്ങനെ ചോദിക്കാണ്, തങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി മുരീദിനെ സംബന്ധിച്ച്. മുരീദ് ചോദിച്ചു പഠിക്കാൻ വന്നതാണല്ലോ. അപ്പൊ ഞാൻ മുരീദിന് നല്ല പണിയും കൊടുത്തു വിട്ടേക്കാതെ വിചാരിച്ചിട്ടാവും. എന്താ വേലയെടുപ്പിക്കാനാണ് അവരെ മശായഖന്മാരെ പരിപാടി. ഏതാണ് നല്ലോണം വേലയെടുപ്പിക്കും. മുരീദന്മാരെ കൊണ്ട് നല്ലോണം അധ്വാനിപ്പിക്കും. വെറുതെ അല്ലല്ലോ, അവിടെ പോയിട്ട് പിന്നെ അധ്വാനിക്കാൻ നിൽക്കണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ അവരിങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകാനേ പറ്റുക. അവരെല്ലാം അവിടെ കിടന്ന് ഇങ്ങനെ ആഹ്ലാദിക്കുന്നത്. സ്വർഗത്തിലാണെങ്കിലും നമ്മളെ അവിടെയായിട്ട് പോലെ വ്യത്യാസം വരുത്തിക്കളയും അവിടെ. മനസ്സിലായില്ല? സംഗതി ഒരു ട്രെയിനിലെ യാത്ര ചെയ്യുന്നെങ്കിലും കമ്പാർട്ട്മെന്റ് വേറെ ആയിരിക്കും. അതതിൻ്റെ അർത്ഥം. ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സൊക്കെ ഒരു സംഗതി ഒരു ട്രെയിൻ തന്നെയാണ്. അതിനകത്ത് തന്നെ ലോക്കലും ഉള്ളതും എല്ലാം ഉള്ളത്. സംഗതി സ്വർഗത്തിലാണ് കിടന്നത്, നമ്മൾ ലോക്കൽ സ്വർഗത്തിലായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടില്ല. അപ്പൊ ആ ഫസ്റ്റ് ക്ലാസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായില്ല? പിന്നെ ഖൈറായ കാര്യത്തിന്റെ മേൽ അറിയിക്കട്ടെ മോനെ. അസ്സൗമു ജുന്നത്തുൻ. എന്താ സൗമ് എന്നുള്ളത്? മനുഷ്യ ശരീരത്തിനെ ഒതുക്കിയെടുക്കാനുള്ള നല്ല പണിയാണ്. അത് നമ്മളെ സൗമല്ല. നമ്മളെ സൗമ കൊണ്ട് ഒതുങ്ങല്ല, അത് പിന്നെ കുതിര പോലെ ചാടുകയാണ്. ഇത് നമ്മളെ സൗമല്ല. നമ്മളെ സൗമെന്ന് പറഞ്ഞാൽ നല്ല രസ. നേരെ കൊടുത്ത് വൈകുന്നേരം കാക്കമാര് വൈകുന്നേരം ഇങ്ങനെ എന്ത് ചെയ്യും ഒന്നും കഴിക്കാൻ നടക്കും. എന്നിട്ട് വൈകുന്നേരം മുതൽ സുബഹി വരെ അടിച്ചേറ്റിക്കൊണ്ടിരിക്കും. ആ നോമ്പിന് പറഞ്ഞാലല്ല, അതല്ല നോമ്പ്. ചില നോമ്പൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടു. വിസാലിന്റെ നോമ്പെന്ന് പറഞ്ഞ് പിടിപ്പിക്കണം. വിസാലിന്റെ നോമ്പ് നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനേ പാടില്ല. നോമ്പ് മുറിക്കുന്ന തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിക്കണം. ഇച്ചിരി നേരം തുപ്പലും ഇങ്ങോട്ടെടുത്ത് കഴിഞ്ഞു, നോമ്പ് മുറിക്കൽ കഴിഞ്ഞു. ഈ നോമ്പ് പിടിക്കാൻ നേരത്ത് വേണമെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം, പിന്നെ അരക്കീറി ഈത്തപ്പഴം. പറ്റുമോ? നമ്മളെ കൊണ്ടാവൊന്നും പറ്റില്ല അല്ലേ? പാനായക്കുളം മുപ്പത് റിയാദ വിടാൻ കൊടുക്കും. എന്താ റിയാദ? ഒരു മരിച്ചുപോയി, അള്ളാഹു ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. ഞാൻ ഒരു സുബൈക്ക് കാണാൻ ചെന്നവിടെ. എവിടെ നിൽക്കുന്നത്? അന്നേരം ഇവിടെ നിൽക്കുക പടം പോലെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ മൂപ്പരടുത്ത് റിയാദ വിടാൻ വേണ്ടി വരും നമ്മളെ ഓമച്ചപ്പുഴ ഉസ്താദ്. 40 ദിവസം അവിടെ താമസിപ്പിച്ചു. 40 ദിവസത്തെ ഭക്ഷണം ഒരു വെറ്റില. ഒരേ ഒരു വെറ്റില മാത്രം. പറ്റുമോ? തരീക്കത്തിൽ പോണ അവിടെ നടക്കുക. എന്റെ മോൻ മരുന്ന് കുടിക്കണ്ടേ? മോന്റെ വായിക്ക് വൃത്തിയില്ല. എന്നെ പൊന്നുമോൻ മരുന്ന് കുടിക്കണ്ട കേട്ടോ. കാരണം എന്തോ, ഡെയിലി ഇറച്ചി കഴിക്കണം, അല്ലെ മീൻ കഴിക്കണം. പൊന്നുമോൻ കഴിക്കണ്ട കേട്ടോ. പൊന്നും മരുന്ന് കുടിക്കട്ടത്. അത് കണക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റേ കൊള്ളാം. അപ്പൊ അതാണ് അബ്വാബുൽ ഖൈർ ലിഅന്ന സൗമ ശദീദുൻ അലൻ നഫ്സ്. അത് ഒന്നാമത്തെ കാര്യം പറഞ്ഞേ, നഫ്സിന് ഭയങ്കര ശിദ്ദത്താണ് നോമ്പ് പിടിക്കൽ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നതാണ് ലിഅന്ന ബിഇഅ്തിയാദിഹാ അൽ മുസഹ്ഹൽ ലിമാ ഫീഹാ മിനൽ മശഖ്ഖത്ത് അലൻ നുഫൂസ് ബിഹിർമാനി ലദ്ദത്തിൽ അക്ൽ വലദ്ദത്തിൻ നൗം. പറയട്ടെ, അബ്വാബുൽ ഖൈർ ഏതൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? അസ്സൗമു ജുന്നത്തുൻ, ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് നോമ്പ് ജുന്നത്തുൻ, മറയാണ്.
ജുന്നത്തുൻ മിനന്നാർ, അല്ലെങ്കിൽ ജുന്നത്തുൻ മിനശ്ശൈത്വാൻ, അല്ലെങ്കിൽ ജുന്നത്തുൻ മിൻ നഫ്സിൽ അവ്വാമത്തി, മിൻ നഫ്സിൽ അമ്മാറത്തി. ഇല്ല, മനസ്സിലായില്ല? ജുന്നത്തുൻ മിനൻ നഫ്സിൽ അമ്മാറ വമിനൻ നഫ്സിൽ ലവ്വാമ. മനസ്സിലായില്ലേ? ലവ്വാമത്തും അമ്മാറത്തും ലവ്വാമത്തും മുൽഹിമത്തും, അങ്ങനെ മോശമായ കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നതല്ല. മനസ്സിലായ? നഫ്സുൽ അമ്മാറയെ തൊട്ട് അത് ജുന്നത്താൻ, അല്ലെങ്കിൽ ഷൈത്താനിനെ തൊട്ട് ജുന്നത്താൻ. അങ്ങനെ ഷൈത്താനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളുടെ ഞാടി ഞരമ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്നവനാണ്. അല്ലാഹു തആല ഭയങ്കര പവർ കൊടുത്തു ചങ്ങായി. ഷൈത്താനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഷൈത്താന ലയജ്രി ഫിൽ ഇൻസാനി മജ്റദ്ദമി. മനസ്സിലായ? അപ്പൊ ഈ രക്തം നല്ല പവറായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഷൈത്താൻ നല്ലോണം കയറി, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ പവർ, ശരീരത്തിന്റെ പവർ ഇല്ലാതാക്കുന്നത് എങ്ങനെ? ഭക്ഷണം കഴിക്കാതിരിക്കൽ കൊണ്ടാണ്. മനസ്സിലായി? തിരിഞ്ഞോ? ആ പ്രസരിപ്പില്ലാതാവും ഭക്ഷണം കഴിക്കാതിരുന്നാൽ. പ്രസരിപ്പില്ലാതാവുമ്പോൾ ഷൈത്താൻ ഓടാൻ സ്ഥലയിലൂടെ കയറാൻ പറ്റുന്നില്ല അയാൾക്ക്. മറ്റേ ഇങ്ങനെ അടിച്ചു വീശി എപ്പോഴും നല്ല ശരീരത്തിന്റെ എല്ലാ നാടി ഞരമ്പോഴും എപ്പോഴും നല്ല 24 hours എന്താ കുണ്ട്രസിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം മറ്റവന് ഓടി വന്നെങ്കിൽ കയറാം, അവൻ എല്ലായിടത്തും പോകാം. അതുകൊണ്ടാണ് സൗമു ജുന്ന, എന്തെടുത്തിട്ട് ജുന്ന മിനന്ന, അല്ലെങ്കിൽ ജുന്നത്തുൻ മിനശ്ശൈത്താൻ, അല്ലെങ്കിൽ ജുന്നത്തുൻ മിൻ നഫ്സിൽ അമ്മാറ. മനസ്സിലായി? അതാണ് الصوم جنة والصدقة تطفئ الخطيئة. സ്വദഖ, ധർമ്മം ചെയ്യുക, പിഴവിനെയെല്ലാം അത് മായ്ച്ചു കളയും, അണച്ചു കളയും. തെറ്റുകളെയൊക്കെ അണച്ചു കളയും. തെറ്റുകൾ ചെയ്തിങ്ങനെ കത്തിച്ചോണ്ടിരിക്കാൻ പാടില്ല. മനസ്സിലായില്ല? ചിരട്ട കത്തിക്കുന്നത് പോലെ, പേപ്പർ കത്തിക്കുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ തെറ്റുകൾ ചെയ്ത് കത്തിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിനെ അണയ്ക്കാനുള്ള വെള്ളമാണ് സ്വതക്ക. അപ്പൊ ആ പൈസയും ഒരാളെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ ഭയങ്കര വിഷമമായി. അതുകൊണ്ട് അബുവാബുൽ ഖൈർ പറഞ്ഞത്. ഇല്ല വാസിത്തെ, 100 രൂപ കിട്ടിയാൽ 10 രൂപ നമ്മൾ സ്വതക്ക കൊടുക്കുമോ? എന്തായാലും 500 രൂപ കിട്ടിയാലേ, അതുകൊണ്ട് 10 100 ഒരാൾക്ക് സ്വതക്ക കൊടുക്കൂടാ ജുബൈറെ. വാലാളി നമുക്ക് ചായ പിടിക്കാൻ പോവാം. വേണേ പോലെ കൊറോണ ഉസ്താദ് ഇപ്പൊ എങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ കൊറോണ ഉസ്താദ് എങ്ങോട്ടും പോകാൻ പറ്റില്ലെന്ന് അറിയില്ലയോ? എന്താണ്? അപ്പൊ സ്വതക്ക എന്നുള്ളതാണ്. സ്വതക്ക എന്നുള്ളത് നഫ്സിൽ നിന്നും നഫ്സിനെ ഒരുക്കിയെടുത്ത് നഫ്സിൽ നിന്നും ഇങ്ങോട്ട് പിടിച്ച് പറിച്ച് ആൾക്കാർ കൊടുക്കാനാണ്. മനസ്സിലായില്ലേ? ജുന്നത്തും മിനന്നാരി വമിന ശൈത്താനി അന്ന ഫിൽ ജൂഇ. കണ്ടാ? വിശക്കുന്നതിലുണ്ട്. ലിഅന്ന ഫിൽ ജൂഇ സദ്ദ മജാരിയ ശൈത്താൻ, ശൈത്താന്റെ മജറകളെ അടയ്ക്കലുണ്ട്. ഫൈദാ സദ്ദ മജാരിയഹു, ശൈത്താന്റെ മജറകളെ അടച്ചാൽ ലം യദ്ഖുൽ, അവൻ പ്രവേശിക്കുകയില്ല. ഫലം യകുൻ സബബൻ ലിൽ ഇസ്യാൻ, പാപങ്ങൾക്ക് കാരണമാവുകയില്ല. അല്ലദീ ഹുവ സബബുദ്ദുഖൂൽ ലിന്നഫിന്നാർ, പാപങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണവും കത്തുന്ന പെരയ്ക്ക് ഊരുന്ന കഴുക്കോല് ആദായം എന്ന് പറയത്തില്ലേ? ഇല്ലേ? പെര ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ കഴുകിന്റെ പരമാവധി എന്ത് ചെയ്യാം? ഊരി എടുക്കുമ്പോൾ ഇല്ലേ? കഴുക്കോല് കത്തുന്ന പെര എങ്ങനെ കത്തിച്ചു കൊടുത്താൽ നമുക്ക് കത്തിപ്പോത്തല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ കഴുക്കോലോളും അതിന്റെ പട്ടികളൊക്കെ നമ്മൾ ഊരിയെടുത്ത കഴുക്കോലും പട്ടികളും എന്തായാലും ലാഭമായി. അതേ കണക്ക് നമ്മൾ ആയുസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ആയുസിൽ കുറെ നോമ്പുകൾ നോക്കി കുറെ ഇബാദത്തുകൾ ചെയ്ത് നമ്മൾ ഊരിയെടുത്താല് നമുക്ക് എന്താണ് ആദായം. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉമർ ഹാജി പാപ്പാട് ചോദിച്ചു, ഇല്ലെങ്കിൽ എന്നും നോമ്പ് പിടിക്കുന്ന വെച്ചാൽ നോമ്പ് പറഞ്ഞ വാക്കാണ്. കത്തുന്ന പരക്ക് ഊരുന്ന കോല് കൈക്കോലാദായം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പാടുപെട്ട് അവരങ്ങനെ ഔലിയാക്കന്മാരായതാ. ഇത് ചെയ്യുമ്പോ കയറിക്കണം തുടങ്ങിയിട്ട് ഔലിയാക്കന്മാരാവണമെന്ന് പറഞ്ഞാല്
التقدير صوم النفل നഫിൽ എന്നതാണ് അസ്സൗമു അല്ലയോ അസ്സൗം ബിമാന സൗമു നഫിൽ ഫല്ലാമു തദുല്ലു അലൽ മുളാഫ് ഇലൈഹി എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. وقال بعض المحققين من شراح الأربعين لا ولعل قائله كوفي قال في الشفع إن الجحيم هي المأوى أي مأواه نعم المواج مأواه نعم പിന്നെ ജുന്നത്തുൻ വിഖായത്തുൻ എന്താ അത് വിഖായത്താണ് എന്തിനെ തൊട്ട് മിൻ സൗറത്തി ശഹ്വ അല്ല ശഹ്വത്ത് ഇങ്ങനെ 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 ഇളക്കി പുറപ്പെടുവിക്കുന്നതിനെ തൊട്ട് അത് വിഖായത്താണ് എന്ന്. പിന്നെ വസ്വദഖത്തു തുത്ഫിഉൽ ഖത്തിയത എങ്ങനത്തെ പിഴവുകളാണ് അല്ലത്തി തജ്റു ഇലന്നാർ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പാപങ്ങളെ അത് അണച്ചു കളയുന്നതാണ്. യഅനി തുദ്ഹിബുഹാ വതംഹു അസറഹ എന്താ അല്ലാഹ് രണ്ട് വിധേന പറയും. സദഖ ചെയ്താൽ രണ്ട് വിധേനയുണ്ട്. പിന്നെന്താ? ഒന്ന് അല്ലാഹു തആലാന്റെ ഹക്കിനോട് ബന്ധിച്ച പാപങ്ങളാണെങ്കിൽ അതിനെ മായ്ച്ചളയുക, കരിച്ചളയുക. ഇബാദിനോട് ബന്ധിച്ച പാപങ്ങളാണെങ്കിൽ ഈ സദഖയുടെ ഹസനത്ത് അയാളിലേക്ക് എടുത്തോളൂ. പക്ഷേ എനിക്ക് ഇത്രയൊക്കെ തരാനുള്ളതാണ്, ഇന്ന ഹക്കുകളൊക്കെ ഉണ്ട്, എന്തൊക്കെ എനിക്ക് തരാനുണ്ടവൻ ഇന്നൊക്കെ ഉണ്ട്, എന്നാ പിടിച്ചുകൊണ്ടിരിക്കും എന്നും ഇവിടെ ഉണ്ടാവണം. അക്കൗണ്ടിലുണ്ടെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റും. എന്നാ സദഖയാണെന്നാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാതെ. എന്തിനാന്ന് വെച്ചാൽ നാളെ പിടിച്ചു നിർത്തും ആരെങ്കിലും നമ്മളെ വന്നിട്ട് എടുത്താ പഠിച്ചാനെ എനിക്ക് ഇന്നയൊക്കെ തരാനുണ്ട്. എന്ത് തരാനുണ്ട്? എനിക്ക് ഇന്ന തരാനുണ്ട്. മാസത്തെ ഉറങ്ങിയത് ശരിയാവത്തില്ല, അക്കൗണ്ടൊക്കെ പോവും ആവപ്പാടെ. അപ്പൊ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? സേവ് ചെയ്തിടണം. സേവിങ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനില്ല. അഥവാ നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേനയുള്ള ഹക്കുകൾ നമ്മളെടുത്തോണ്ട് നമുക്ക് ഓർമ്മയില്ല, കൊടുക്കാനുള്ള പഠിച്ചോൻ മറക്കത്തില്ലല്ലോ. അതല്ലേ രസം. പഠിച്ചോൻ മറവിയ സംഗതിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അവനങ്ങാനൊന്ന് മറന്നു കിട്ടിയോളായിരുന്നു നമ്മളെ എല്ലാം. നമ്മളെ മറന്നാ പിന്നെ നമ്മളെ ആരും നമുക്ക് ഭക്ഷണമൊക്കെ അപ്പൊ ലാത്തൂസനത്തും വലനവും മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ സേവിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെടുത്ത് കൊടുത്തോട്ടെ പഠിച്ചോ, ഞാൻ ഇന്നൊക്കെ ചെയ്തല്ല അല്ല, അതിന് കുറച്ചെടുത്ത് കൊടുത്തോളാം എന്ന് പറയാൻ പറ്റും. പറയണമെങ്കിൽ ഇവിടെ വേണ്ട ചെക്ക് എഴുതിയാൽ കൊടുത്താൽ മതിയോ? അവിടെ ചെയ്ത് പൈസ വേണ്ടേ? അക്കൗണ്ട് പൈസ ഇല്ലാത്തപ്പോ ചെക്ക് എഴുതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതാണ്. അപ്പൊ രണ്ട് വിധേനയുള്ള ഖത്തിയത്ത് വരും. പിന്നെ അല്ലാഹു തആലയോട് ഹഖുല്ലാഹിയോട് ബന്ധിച്ചതും വരും, അൽ മുതഅല്ലിഖത്തു ബി ഹഖില്ലാഹി വരും, വൽ മുതഅല്ലിഖത്തു ബി ഹഖിൽ ആദമീ വരും. ഹഖിൽ ആദമിയിലാണെങ്കിൽ എന്തുണ്ട്? ഇവിടെ കിടക്കുന്നിടത്തും കൊടുക്കും, എന്നെ കൊണ്ടുവയ്ക്കും. മോനെ എന്താണ് നിനക്ക് തരാനുള്ളത്? ഞാൻ ആദിലാണ്, അല്ലാഹു തആല ആദിലാണ്, നീതിമാനാണ്. അവന്റെ നീതി നമുക്ക് നടപ്പാക്കി തരണമെങ്കിൽ എന്നെ പിടിച്ചാൽ തുടക്കത്തിൽ കൊണ്ട് തോന്നിയ ദിവസങ്ങളെല്ലാം ചെയ്ത് ആൾക്കാരെ പൈസയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുക വലിയ ബുഷിയാരായിട്ട്. നാളെ 5 വട അതിവേഗം സ്വർഗത്തിൽ വയ്ക്കുക, ഇതിൻ്റെയൊക്കെ ചെയ്തില്ലയോ? എവിടെ വിടത്തില്ല. അപ്പൊ അപ്പുറത്ത് കാണും ഒരാൾ, ഏയ് വിടാൻ വരട്ടെ, എനിക്ക് ഇത്ര പൈസ തരാനുണ്ട്, എന്നെ പറ്റി ഇങ്ങനെ അങ്ങനെ കൊണ്ടല്ലേ ഇവിടെ. അപ്പൊ അക്കൗണ്ട് പരിശോധിക്കും. സേവിങ് ഉണ്ടെങ്കിൽ കൊണ്ട് വയ്ക്കും, നമ്മൾ വേഗം നൈസായിട്ട് സ്വർഗത്തിലങ്ങ് പോകും. അല്ലെങ്കിലോ ലവം പിടിച്ചിടും, നമ്മളായി കൊടുക്കാനില്ല. പിന്നെന്ത് ചെയ്യും? അല്ലാഹു തആലാന്റെ നീതി അനുസരിച്ചുകൊണ്ട് അവന്റെ സയ്യിആത്തുകൾ എന്റെ മേൽ ചുമത്തും, എന്റെ ഹസനാത്ത് പോയാൽ നേരം കഴിഞ്ഞ. അതാണ്. അപ്പൊ ഇതല്ല, ഇത് അബൂഅൽ ഖൈർ തന്നെയല്ലേ? ഇതിനേക്കാൾ വലിയ അബൂഅൽ ഖൈർ പിന്നെ പറയാണ്ടോ? അലാ അദുല്ലുക അലാ അബൂഅൽ ഖൈർ കമാ യുത്ഫിഉൽ മാഉ അന്നാർ. അല്ലേ? ഇനിയും പിന്നെ പറ ഉറക്കൊഴിയിൽ വിലയും പാടാം. ആദ്യത്തേത് നഫ്സിനെ പിടിച്ചിരുത്തുന്നത്, ഭക്ഷണം ഒഴിവാക്കൽ ആദ്യം പറഞ്ഞത്. രണ്ടാമത് സമ്പത്തിനോടുള്ള ഉൾപ്പെടുത്തി കളയല്. മൂന്നാമതോ ഉറക്കത്തിനോടുള്ള ഉൾപ്പെടുത്തി കളയല്. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ.
قد أنفق المال الجزيل بخفية لا سي في القربى كسيل الماطر يا قادري يا قادري يا قادري മുറാജി ബാബ വേണ്ടി അങ്ങനെ പറഞ്ഞു. قد أنفق المال الجزيل بخفية വളരെ രഹസ്യമായി പൈസ കൊടുത്തളെ കുടുംബത്തിന്. ലാ സിയ ഫിൽ ഖുർബ പ്രത്യേകിച്ച് കുടുംബത്തിന്. ലാ സിയ ഫിൽ ഖുർബ കസൈലിൽ മാതിരീന മഴ പെയ്യുന്നതാണ് പൈസ കൊണ്ട് കൊടുക്കുന്നത് ആൾക്കാർ. കുടുംബത്തിൽ ആർക്കും ദാരിദ്ര്യമില്ല, അവർ പൈസ കൊണ്ട് കൊടുത്തോളെ എല്ലാവർക്കും. സ്വതക്ക തുത്തിഫി മനസ്സിലായില്ല. പിന്നെ നോമ്പ്, പിന്നെ നോമ്പ് ബാസത്തൊക്കെ നല്ല റിയാദയിലപ്പോ പിന്നെ നോമ്പ്. ഇങ്ങനത്തെ റിയാദയുടെ കൂടെ ശരിയാവൂല. അത് നിങ്ങൾ ഉറക്കം കെട്ടേണ്ട ആരാ പറഞ്ഞ? ഞായറാഴ്ച എനിക്ക് കിട്ടിയാൽ ഞാൻ ഞായറാഴ്ച പകർലി കൂടില്ല. പിന്നെ നീ എന്താ ഇനി വസലാത്തുർ റജുൽ നിസ്കരിക്കൽ, ഒരു മനുഷ്യന്റെ നിസ്കാരം. റജുലും വിമാന മനുഷ്യൻ എപ്പോഴാ? ഫി ജൗഫില്ലയിൽ രാത്രിയുടെ യാമങ്ങളിൽ. അത് വലിയ പാടാ, അത് വലിയ പാടാ. സുബൈനെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. 10 മണിക്കാണെന്ന് ഇറങ്ങിയാലും അല്ലേ? 10 മണിക്കാണെന്ന് ഇറങ്ങിയാലും സുബൈക്ക് ഇരിക്കുമ്പോൾ ഇല്ല, വലിയ പാടാ എഴുതേക്കാൻ. ജൗഫുല്ലയിലുള്ള രാത്രിയിലുള്ള നിസ്കാരം. അപ്പൊ എന്തായി? ഒന്ന് ശരീരത്തിന് ഒതുക്കിയെടുക്കുക, ശൈത്താന്റെ ആധിപത്യം തടഞ്ഞു നോമ്പ് കൊണ്ട്, മാലിനോടുള്ള ഹുബ്ബ് തടഞ്ഞു സ്വതക്ക കൊണ്ട്, മനസ്സിലായില്ല. ഉറക്കത്തിനോടുള്ള ഹുബ്ബ് എടുത്തു കളഞ്ഞു, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക. ഒമൻ ഖസദൽ ഉല സഹറൽ ലയാലി. നസീമു തഹിയ്യത്തുൽ മൗല. എന്താ പാട്ടെന്താ? നിങ്ങൾ പാട്ടില്ല, നിങ്ങളെ ഈ ഷാദിലിക്കാത്ത പാട്ടൊക്കെ ഉണ്ടല്ലോ. ഷാദിലി പാട്ടില്ലേ? മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാമാ സിവാ നദറിൽ ജലീലി ഫദാബുലാഹും വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാം. അങ്ങനെയൊക്കെ പാട്ടായിരിക്കും. വമൻ ഖസദൽ ഉല ബിഖദിരിൽ കദ്ദി തക്തസിബൽ മആലി. അല്ലേ? വമൻ ഖസദൽ ഉല സഹറൽ ലയാലി. അധ്വാനിച്ചാലും ഓതി പഠിച്ചതിന്റെ രസം അറിയാം, ഉറക്കൊഴിച്ചിട്ട്. അതേപോലുള്ള സുഖം പെണ്ണ് കിട്ടുന്നതിനുമില്ല. എന്നോട് പോലേണ്ട കാര്യമില്ല, നിങ്ങൾ പെണ്ണ് കിട്ടിയില്ലല്ലോ. ഏതാ രാത്രി ഇങ്ങനെ ഓതി പഠിക്കുന്നതിന്റെ സുഖം. ഓഹ് മാഷാ അല്ലാഹ്, എന്തൊരു ലദ്ദത്താണ്. റഈസുലന പറഞ്ഞ വാക്കാണ്. മൊയ്ലാമാരെ അങ്ങാടിയല്ലേ രാത്രി, മുത്തഅല്ലിമീങ്ങളുടെ ചന്തയല്ലേ രാത്രി, ചന്തയിലല്ലേ സാധനം ഇറക്കി കച്ചവടം ചെയ്യേണ്ടത്. മൊയ്ലാമാര് കിടന്നു തുടങ്ങിയാൽ എങ്ങനെയാണെന്നത് ചോദിച്ചു തുടങ്ങി ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ അതിനോട് ഉറക്കം എല്ലാം അങ്ങ് പോയി. പിന്നെ ഉറങ്ങാൻ കടന്നിട്ട് ഉറങ്ങുന്നില്ല, പിന്നെ ഉറങ്ങാൻ കടന്നിട്ട് പിന്നെ ഉറങ്ങുന്നില്ല. പിന്നെ ഉസ്താദ് പറയേണ്ടി വന്നു, പിന്നെ ഉറങ്ങിക്കോളാം. എന്താ ആ അബ്ദുള്ളക്ക് എന്തോരം ഉറക്കൊഴിച്ചാളാ എന്നുമോ. അവൻ കിടന്നുറങ്ങിയാനല്ല അബ്ദുള്ള ഉസ്താദിന്റെ മോൻ, കിടന്നുറങ്ങിയിട്ടില്ല. ഏതോ വെട്ടഭാഗ്യത്തിന് മൂപ്പര ഭാഗ്യാണോ ഉസ്താദിന്റെ അന്നാണോന്ന് അറിയില്ല. വീട്ടിൽ പോയി തലേണി എല്ലാം എടുത്തോണ്ട് വരുന്നു. ഇങ്ങനെ നോക്കുമ്പോ തലേണി ഉണ്ട്, പുതപ്പുണ്ട്. ഇങ്ങോട്ട് വന്ന് ചാടുന്ന ഉസ്താദില്ല. ആരെ റഈസുൽ വളവില്ല. അവൻ ചോദിക്കാം, ഇവിടെ ഉറങ്ങാൻ വന്നേ, ഇവിടെ ഉറങ്ങാൻ വന്നയാ. അത് അതേപോലെ വന്ന വണ്ടി തന്നെ തിരിച്ചോട്ട് കൊടുത്ത്. പിന്നെ അത് കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അവിടെ പഠിച്ചെങ്കിലും ഉസ്താദ് കിടന്നുറങ്ങുന്ന ഇരുന്ന് ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങണം. നമ്മൾ രാത്രിയൊക്കെ മൂത്രം ഒഴിക്കാൻ കൂട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി ഉറങ്ങിയാന്ന് അല്ലാഹു വരും. കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ല. പറ്റൂ. നമ്മൾ നരിപ്പരം പോകുമ്പോൾ നരിപ്പറമ്പ് മൂപ്പർ അങ്ങനെയാണ്. 9 കൊല്ലം ഒരാൾ ഖിദ്മത്തെടുത്തിട്ട് മൂപ്പർ കണ്ടില്ല രാത്രി കിടന്നുറങ്ങുന്നത്. അതാണ് അങ്ങനെ തന്നെ മൂപ്പരൊക്കെ, പട്ടണ മൂപ്പരൊക്കെ. ഇതാ ഖസദൽ ലയാലി വമൻ ഖസദൽ ഹുദ ഉല. നമ്മൾ 10 മണിക്കാണെന്ന് ഉറങ്ങുകയും ചെയ്യുമ്പോൾ അവരൊക്കെ പറയാമോ കിടക്കോ ബഷാ അവിടെ ഇരിക്കുക, എടുത്ത് തരാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലികള്.
അവിടെ ഈ റിപ്പോർട്ട് അങ്ങോട്ട് ചെല്ലി എടുത്തവിടെ ഇങ്ങനെ വെച്ചേക്കാ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വായി ഇതിനാരിത്തല അയച്ചിട്ട് പാടാ കേട്ടോ. അതാ പറഞ്ഞതാ റജുലിന്റെ നിസ്കാരമാണ് ഫീ ജൗഫിൽ ലൈലി തുമ്മ തല എന്നിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനുപോൽബലകമായി തെളിവെന്നോണം ഓതിക്കൊടുത്തു. തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون എന്നങ്ങോട്ട് കൊടുത്തു. തത്തജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ ഉറങ്ങുന്ന കിടക്കയിൽ നിന്നും അവർ എഴുന്നേറ്റ് പോകും. അല്ല അവർ തന്നെ യദ്ഊന റബ്ബഹും റബ്ബിന് ഇദാ ഇബാദത്ത് ചെയ്യുന്നവരായ നിലയിൽ യദ്ഊന റബ്ബഹും ഖൗഫൻ അല്ലാഹുവിന്റെ കോപത്തിനെ തൊട്ട് പേടിച്ചവരായിട്ടും വതമഅൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ ആഗ്രഹിച്ചവരായിട്ടും ഫലാ തഅലമു നഫ്സുൻ ഒരൊറ്റ നഫ്സിനും അറിയാൻ പറ്റുകയില്ല. എന്തറിയാൻ പറ്റുകയില്ല? മാ ഉഖ്ഫിയ ലഹും അവർക്ക് വേണ്ടി നാളെ ഒളിച്ചു വെക്കപ്പെട്ടതൊക്കെ അല്ലാഹു തആല ഇങ്ങനെ കൊടുക്കുന്നതാണ്. മിൻ ഖുർറത്തി ഐനിൻ എടാ കൺകുളിർമയാൽ അവർക്ക് കൺകുളിർമയാകുന്നത്. പിന്നെയും പറഞ്ഞു, ഇത് നിർത്തിയില്ല. ശൈഖിന്റെ നിർദ്ദേശം ഭയങ്കര തന്നെയാണ്, മനസ്സിലായില്ല? എന്നിട്ട് ആരാ വന്ന് മുആദ് ബിൻ ജബലല്ലേ? മുആദ് ബിൻ ജബലങ്ങളല്ലേ? മുആദ് ബിൻ ജബൽ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ആവേശത്തോടുകൂടി ഇരിക്കുകയാണ്. ആര്? നമ്മളല്ലായിരുന്നു ഉറങ്ങുക. അതുകൊണ്ട് പറഞ്ഞു നിർത്തി പോയി ഇറങ്ങി ബസ്.